മെഷീൻ ടൂൾസ് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഷേപ്പർ മെഷീനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അന്ന് അവസാനം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഷേപ്പർ മെഷീനിൽ യൂസ് ചെയ്യുന്ന ക്വിക്ക് റിട്ടേൺ മെക്കാനിക്സ് ആയിട്ടുള്ള 4 ടൈപ്പ് പറഞ്ഞു. ഇതിൽ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ആവശ്യം ഉണ്ടായിരിക്കാം. സ്ക്രീനിൽ കാണുന്ന ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം, അതുപോലെ തന്നെ വിറ്റ്വർത്ത് മെക്കാനിസമാണ് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ആ ഒരു ടോപ്പിക്ക് എടുക്കുന്നതിന് പകരം നമ്മൾ ഷേപ്പർ ഓൾറെഡി പഠിച്ചു. നമുക്കിനി ഷേപ്പർ കഴിഞ്ഞാൽ വരുന്നതാണ് പ്ലെയിനർ മെഷീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലെയിനർ മെഷീനെ കുറിച്ചാണ്. ഓക്കെ, സോ കാരണം നമ്മൾ ഷേപ്പറും പ്ലെയിനറും അതുപോലെ സ്ലോട്ടറും ഡ്രില്ലിംഗ് മെഷീനാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ കൂടുതലായിട്ടും വരുന്ന ടോപ്പിക്സ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഷേപ്പറിനെ കുറിച്ച് മനസ്സിലാക്കി നമുക്കിനി പ്ലെയിനറിനെയും സ്ലോട്ടറും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ 3 തമ്മിലുള്ള ഒരു കമ്പാരിസൺ മനസ്സിലാക്കുമ്പോൾ നമുക്ക് 3 കൂടി പരസ്പരം റിലേറ്റ് ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ആ 3 പഠിച്ചതിന് ശേഷം നമുക്ക് മുന്നേ പറഞ്ഞു നിർത്തിയിട്ടുള്ള ക്വിക്ക് റിട്ടേൺ മെക്കാനിക്സിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുക, ഒരു പ്ലെയിനർ മെഷീൻ എന്ന് പറയുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ബേസ് എന്ന് പറയുന്ന ഭാഗം ഇത്രയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ബേസാണ് അവിടെ വരുന്നത്. ശേഷം അതിൻ്റെ മേലെ നിങ്ങൾക്ക് ടേബിൾ കാണുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ വെർട്ടിക്കൽ കോളംസ്, 2 വെർട്ടിക്കൽ കോളംസ് ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ആ വെർട്ടിക്കൽ കോളത്തിന് എക്രോസ് ആയിട്ടാണ് നമ്മുടെ ടൂളിൻ്റെ ഹെഡ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ടൂളിൻ്റെ ഹെഡ്. ഓക്കെ, ടൂൾ ഹെഡ്. നമുക്ക് ഈ ടൂൾ ഹെഡിനെ ഇവിടെ കാണുന്ന പോലെ ഇവിടെ ഒരു ഒന്നുകിൽ ഒരു സ്ലൈഡിംഗ് മെക്കാനിസം ഉപയോഗിച്ച് നമുക്ക് ഈ ഡയറക്ഷനിലേക്കും ആ ഡയറക്ഷനിലേക്കും നമുക്ക് മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ടൂളിൻ്റെ ആ ഡെപ്ത് ഓഫ് കട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഹാൻഡ് വീൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ ടൂള് നമ്മൾ ഷേപ്പറിൽ പഠിച്ചപ്പോൾ ടൂൾ എന്തായിരുന്നു, ടൂള് സ്ലൈഡ് ചെയ്യും അല്ലേ, ടൂളിന് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കും. എന്നാൽ വർക്ക് പീസ് എന്തായിരുന്നു, നമ്മൾ വർക്ക് പീസ് അവിടെ ഒരു കട്ടെടുക്കുന്ന സമയത്തിൽ ഒരു കട്ടിൽ വർക്ക് പീസ് അവിടെ സ്റ്റേഷനിലായിട്ടാണ് വെക്കുന്നത് അല്ലേ, അവിടെ ടൂളാണ് മൂവ് ചെയ്യുന്നത്. അല്ല, ഇവിടെ പ്ലെയിനിങ് മെഷീൻ ആകുമ്പോൾ അല്ലെങ്കിൽ പ്ലെയിനർ ആകുമ്പോൾ എന്തായിരിക്കും, നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ കട്ടിംഗ് ടൂൾ എന്തായിരിക്കും, കട്ടിംഗ് ടൂൾ അവിടെ സ്റ്റേഷനറി നിൽക്കും. എന്നാൽ നമ്മുടെ ഈ ടേബിൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ടേബിളിൻ്റെ മേലെ വെച്ചിരിക്കുന്ന വർക്ക് പീസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഡയറക്ഷനിലേക്കും ആ ഡയറക്ഷനിലേക്കും നമ്മൾ മൂവ് ചെയ്തിട്ടാണ് അവിടെ കട്ടിങ് ആക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 2 വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, പ്ലെയിനർ മെഷീനും അതുപോലെ ഷേപ്പർ മെഷീനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യമാണ്. ഓക്കെ, അതിൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കുക. ഒന്ന് ക്രോസ് റെയിൽ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈ ഒരു ടൂൾ ഹെഡ് ഈ ഡയറക്ഷനിലേക്കും ആ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റമാണ് ക്രോസ് റെയിൽ. പിന്നെ ടേബിളും ബെഡ് അഥവാ ബേസാണ് ടൂൾ ഹെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡയഗ്രമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡയഗ്രമാണ് വരുന്നത്. ഇവിടെ കാണുന്ന പോലെ 2 വെർട്ടിക്കൽ കോളംസ് കാണുന്നുണ്ട്. ഇത് നമ്മുടെ ടൂൾ പോസ്റ്റ്. ഇപ്പോൾ ഈ ഒരു പ്ലെയിനർ മെഷീൻ്റെ കേസിൽ നമുക്ക് ഇവിടെ 4 ടൂൾ പോസ്റ്റുകൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ. ഇവിടെ ഒന്ന് 4 ടൂൾ പോസ്റ്റ് ഉണ്ട്. ഇവിടെ ടേബിൾ, നമ്മുടെ വർക്ക് അലൈൻ ചെയ്യുന്ന ടേബിൾ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്മുടെ ആരോ മാർക്ക് കൊടുത്തിട്ടില്ലേ, നമുക്ക് താഴോട്ടും മേലോട്ടും ഇതിനെ മൊത്തത്തിൽ ഈ ഒരു ക്രോസ് റെയിലിൽ നമുക്ക് എന്ത് ചെയ്യും, താഴോട്ടും മേലോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇവിടെയും കാണിച്ച പോലെ ഇവിടെയും ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ ടൂൾ പോസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഡയറക്ഷനിൽ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ സൈഡിലുള്ള ടൂൾ പോസ്റ്റിന് എന്തായിരിക്കും, ആ ഡയറക്ഷനിൽ അപ്പ് ആൻഡ് ഡൗണിലും പിന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ടൂൾ പോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ആ ഒരു മെക്കാനിസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പ്ലെയിനർ മെഷീനെ കുറിച്ച് സാധാരണ പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ബെഡാണ്. നമുക്കറിയാം, ബെഡ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഭാഗമാണ്. ഇറ്റ് ഈസ് ലാർജ് ആൻഡ് ഹെവി. ഇറ്റ് സപ്പോർട്ട്സ് ദ കോളം ആൻഡ് മൂവിങ് പാർട്സ് ഓഫ് ദ മെഷീൻ. അപ്പോൾ ഏതൊരു മെഷീനായാലും നമ്മുടെ ആ ഒരു മേലുള്ള പിന്നെ ബാക്കി വരുന്ന എല്ലാ ഭാഗത്തിൻ്റെയും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പോലെയാണ് ബെഡ് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് മെയ്ഡ് ലോങ്ങർ ദാൻ ദ ടേബിൾ. ദ ബെഡ് കൺസിസ്റ്റ്സ് ഓഫ് V-shaped ways that help in the back and forth motion of the table. അപ്പോൾ ടേബിളിൻ്റെയൊക്കെ ഒരു ഫോർവേഡ് മോഷനും അല്ലെങ്കിൽ ബാക്ക്വേർഡ് മോഷനൊക്കെ മൂവ് ചെയ്യിക്കാനായിട്ട് അവിടെ V-shaped grooves അല്ലെങ്കിൽ V-shaped ways കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ ടേബിളാണ്. ഇറ്റ് സപ്പോർട്ട്സ് വർക്ക് ആൻഡ് റെസിപ്രോക്കേറ്റ്സ് അലോങ് ദ ബെഡ്. അപ്പോൾ ബെഡിൻ്റെ മേലെ കൂടെ ആയിരിക്കും ടേബിൾ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം കാസ്റ്റ് അയൺ കൊണ്ടാണ് ആ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. T slots are provided on the entire length of the table so that the work and work holding devices may be bolted. ഓക്കെ, അപ്പോൾ T slots എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, T slots are
പ്രൊവൈഡഡ് ഓൺ ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ ടേബിൾ. അപ്പോൾ ടേബിളിൻ്റെ എൻറ്റയർ ലെങ്ത്തിൽ ടി സ്ലോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് ദ വർക്ക് ആൻഡ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് മേ ബി ബോൾട്ടഡ്. അപ്പോൾ നമുക്ക് വർക്കിനെയും അതുപോലെ തന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിനെയൊക്കെ നമുക്ക് ബോൾട്ട് ചെയ്യാനായിട്ട് ടി സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്ന ഭാഗം കോളമാണ്. നമുക്കറിയാം ദീസ് ആർ റിജിഡ് വെർട്ടിക്കൽ സ്ട്രക്ചറാണ് കോളം എന്ന് പറഞ്ഞാൽ. പേസ്ഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ടേബിൾ. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ടൂൾ ഹെഡ് മെക്കാനിസം. അപ്പോൾ ടൂൾ ഹെഡ് മെക്കാനിസത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഈ ഒരു കോളമാണ്. ദ ക്രോസ് സ്ലൈഡ് മേ ബി മേഡ് ടു മൂവ് അപ്പ് ആൻഡ് ഡൗൺ ഫോർ അക്കോമഡേറ്റിംഗ് ഡിഫറൻറ്റ് ഹൈറ്റ് ഓഫ് വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കോളത്തിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ക്രോസ് സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്യാം, അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആ വർക്കിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ പറ്റും. അടുത്താണ് ക്രോസ് റെയിൽ. ഓക്കെ, അപ്പോൾ നോക്കാം. ദ ക്രോസ് റെയിൽ കണക്ട്സ് ദ ടു കോളംസ് ഓഫ് ദ പ്ലെയിനർ മെഷീൻ. പ്ലെയിനർ മെഷീൻ്റെ രണ്ട് വെർട്ടിക്കൽ കോളത്തിനെ കണക്ട് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ക്രോസ് റെയിലായിരിക്കും. ഓക്കെ, the cross rail connects the two columns of the planer machine. It is placed parallel to the ടോപ്പ് സർഫസ് ഓഫ് ദ ടേബിൾ. അപ്പോൾ ടേബിളിൻ്റെ ടോപ്പ് സർഫസിന് പാരലായിട്ടാണ് ക്രോസ് റെയിൽ ഉണ്ടായിരിക്കുക. ഇറ്റ് ക്യാൻ ബി ലോവേർഡ് ഓർ റേസ്ഡ് ആൻഡ് ക്യാൻ ബി ക്ലാംപ്ഡ് അറ്റ് ഡിസൈഡ് പൊസിഷൻ യൂസിങ് ക്ലാമ്പിംഗ് ഡിവൈസസ്. ഇറ്റ് ക്യാൻ ബി ലോവേർഡ് ഓർ റേസ്ഡ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ക്രോസ് റെയിൽ നമുക്ക് താഴ്ത്താനോ ഉയർത്താനോ സാധിക്കും. അതുപോലെ ഒരു ഡിഫറൻറ്റ് നമുക്ക് ഡിസൈഡ് പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്ലാമ്പ് ചെയ്ത് അവിടെ നിർത്താനും ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ക്ലാമ്പിംഗ് ഡിവൈസ് ഉപയോഗിച്ച് അവിടെ ലോക്ക് ചെയ്ത് നിർത്താനും സാധിക്കും. നമ്മൾ ക്രോസ് റെയിലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ടൂൾ ഹെഡ് നമുക്കറിയുന്നതായിരിക്കും. ജനറലി two tool heads are mounted in the planer machine, horizontal cross rail and one on each of the vertical housing. നമ്മൾ നേരത്തെ ഫിഗർ കണ്ട പോലെ ഹൊറിസോണ്ടലായിട്ടും ടൂൾ ഹെഡ് അല്ലേ, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ 2, 3, 4. ശരിക്കും നമുക്ക് ഒരുപാട് ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ടൂളിൻ്റെ അല്ലെങ്കിൽ നമുക്ക് മെഷീൻ കട്ടിങ് ഓപ്പറേഷൻ നടത്താൻ പറ്റും. ഓക്കെ, വൺ ഓൺ ഈച്ച് ഓഫ് ദ വെർട്ടിക്കൽ ഹൗസിങ്ങിലും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ക്രോസ് റെയിലാണ് റൂൾ കൊടുത്തുള്ളത്. ദ ടൂൾ ഹെഡ്സ് മേ ബി സ്വിവൽഡ് ടു മേക്ക് ആംഗിൾ കട്ട്സ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ടൂളിൽ നമുക്ക് സ്വിവൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ആംഗിളിലേക്ക് എന്ത് ചെയ്യാം, സ്വിവൽ ചെയ്തിട്ട് ചരിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആംഗിളിലേക്ക് ടൂൾ ഹെഡിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്ര നമുക്ക് പ്ലെയിനറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ മനസ്സിലാക്കുക. പ്ലെയിനർ ആകുമ്പം ഷേപ്പറും പ്ലെയിനറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഷേപ്പർ എന്തായിരിക്കും, അവിടെ ടൂള് റെസിപ്രോക്കേറ്റ് ചെയ്യും, വർക്ക് പീസ് അല്ലെങ്കിൽ വർക്ക് ടേബിൾ അവിടെ സ്റ്റേഷനറി ആയിരിക്കും. എന്നാൽ പ്ലെയിനർ മെഷീൻ ആകുമ്പോൾ ടൂള് എന്തായിരിക്കും, ടൂള് സ്റ്റേഷനറിയാണ്. ടൂളിന് അക്രോസ് ആയിട്ട് വർക്ക് പീസ് മൂവ് ചെയ്യിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഡിഫറൻസ് നോക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഡിഫറൻസ് നോക്കാൻ നമുക്കിപ്പോൾ നമ്മൾ ഷേപ്പർ ഓൾറെഡി പഠിച്ചു, പിന്നെ പ്ലെയിനറും പഠിച്ചു. നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് സ്ലോട്ടറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ലോട്ടറും കൂടി നോക്കിയതിന് ശേഷം മൂന്നും കൂടി തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഡിഫറൻസ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോഴൊക്കെ ഷേപ്പറും പ്ലെയിനറും തമ്മിലുള്ള ഡിഫറൻസ് 7 മാർക്കിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്ലെയിനറും സ്ലോട്ടറും തമ്മിലുള്ള ഡിഫറൻസ് 7 മാർക്കിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്ലോട്ടറും ഷേപ്പറും തമ്മിലുള്ള ഡിഫറൻസ് 7 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഷേപ്പറും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പ്ലെയിനറും പഠിച്ചു. നമുക്ക് സ്ലോട്ടറും കൂടി നോക്കിയതിന് ശേഷം നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാം. അപ്പോൾ സ്ലോട്ടർ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് നമ്മുടെ ഷേപ്പറിൻ്റെ ഒരു നമ്മൾ നേരത്തെ പഠിച്ചത് ഒരു ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷേപ്പറിൻ്റെ കേസിൽ നമ്മൾ റാം അങ്ങനെ ഉണ്ട്, ഇവിടെ കോളം ഉണ്ട്, ബേസ് ഉണ്ട്, ഇവിടെ ടൂൾ ഹോൾഡർ ഉണ്ട്, ഇവിടെ വർക്ക് ടേബിൾ ഉണ്ട് അല്ലേ, ഇവിടെ എലിവേറ്റിംഗ് സ്ക്രൂ ഒക്കെ ഉണ്ടായിരിക്കും, ഇവിടെ നമ്മുടെ നെറ്റ്, ഇവിടെ ക്ലാമ്പ് ചെയ്യുന്ന ആ ഒരു ലിവർ, അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കേസിൽ അല്ലേ, ഈ ഡയറക്ഷനിലും ആ ഡയറക്ഷനിലേക്കാണ് എന്ത് ഷേപ്പറിൻ്റെ റാം മൂവ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ സ്ലോട്ടർ മെഷീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു വെർട്ടിക്കൽ ഷേപ്പറിന് സമാനമാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം എന്താണ്, ഈ റാം ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലേ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയറക്ഷനിലേക്കാണ് ഈ റാം മൂവ് ചെയ്യുന്നത്. എന്നാൽ സ്ലോട്ടർ മെഷീൻ്റെ കേസിൽ എന്തായിരിക്കും, അത് ഈ റാം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ആ റാം മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം ടോപ്പ് ആൻഡ് ബോട്ടം ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ഷേപ്പറാണ് നമ്മുടെ സ്ലോട്ടർ മെഷീൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇവിടെ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇവിടെ ഇതാണ് നമ്മുടെ റാം. ആ റാം എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ഇവിടെ സാധാരണ പോലെ ടേബിളുണ്ട്. സാധാരണ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് സ്ലൈഡ് ഉപയോഗിച്ച് നമുക്ക് ആൻവിൽ ഉപയോഗിച്ച് അതിനെ വർക്ക് പീസിനെ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ഷേപ്പറും സ്ലോട്ടറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നിങ്ങൾ ഈ ഒരു ഫിഗർ പഠിച്ച് വെച്ചാൽ മതി. സ്ലോട്ടറിൻ്റെ കേസിൽ ഈ ഒരു ഫിഗർ പഠിച്ച് വെക്കുക. സാധാരണ പോലെ താഴെ ഒരു ബേസ് ഉണ്ട് അല്ലേ, ഒരു ബേസ് ഉണ്ട്, ഇവിടെ ഒരു വെർട്ടിക്കൽ കോളം വരുന്നുണ്ട്, പിന്നെ വെർട്ടിക്കൽ കോളത്തിനവിടെ ടേബിൾ വെക്കാനുള്ള ടേബിളിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആ റാമിൻ്റെ ഭാഗം വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ,
ഈസി ആയിട്ടുള്ളൊരു ഫിഗറാണ്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഫിഗർ പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല സ്കോർ അവിടെ നിന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിൻറ്റ്സ് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ലോട്ടിംഗ് മെഷീൻ അഥവാ സ്ലോട്ടർ ഈസ് എ റെസിപ്രോക്കറ്റിംഗ് ടൈപ്പ് ഓഫ് മെഷീൻ ടൂൾ സിമിലർ ടു എ ഷേപ്പർ ഓർ എ പ്ലെയിനർ മെഷീൻ. ഓക്കെ, അപ്പോൾ ഒരു ഷേപ്പറിന് സമാനമായിട്ട് ഉള്ള ഒരു റെസിപ്രോക്കറ്റിംഗ് ടൈപ്പ് ഷേപ്പറിന് സമാനമായിട്ടുള്ള ഒരു മെഷീനാണ് സ്ലോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി കൺസിഡേർഡ് ആസ് എ വെർട്ടിക്കൽ ഷേപ്പർ. അല്ലേ, ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഒരു വെർട്ടിക്കൽ ഷേപ്പർ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്ലോട്ടർ ആൻഡ് ഷേപ്പർ ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കട്ടിംഗ് ആക്ഷൻ. അപ്പോൾ കട്ടിംഗ് ആക്ഷൻ്റെ ഡയറക്ഷനാണ് അവിടെ പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സ്ലോട്ടിംഗ് മെഷീൻ ഓപ്പറേറ്റ്സ് ഇൻ എ മാനർ സിമിലർ ടു ദ ഷേപ്പർ. നമ്മൾ പറഞ്ഞു സ്ലോട്ടിംഗ് മെഷീൻ്റെ ഓപ്പറേഷൻ എന്താണ്, സിമിലർ ടു ഷേപ്പർ തന്നെയാണ്. However, the cutting tool moves vertical direction rather than in a horizontal direction. അല്ലേ, അപ്പോൾ ഷേപ്പറിലുള്ള ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്ലോട്ടറിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുക. ദ വർക്ക് പീസ് ഈസ് ഹെൽഡ് സ്റ്റേഷനറി. വർക്ക് പീസ് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിട്ടാണ് അവിടെ ഹെൽഡ് ചെയ്യുന്നത്. ദ സ്ലോട്ടിംഗ് മെഷീൻ ഹാസ് എ വെർട്ടിക്കൽ റാം ആൻഡ് എ ഹാൻഡ് ഓർ പവർ ഓപ്പറേറ്റർ റോട്ടറി ടേബിൾ. അപ്പോൾ എന്തായിരിക്കും, സ്ലോട്ടിംഗ് മെഷീൻ നമ്മൾ വെർട്ടിക്കൽ റാമും ഉണ്ടായിരിക്കും, അതുപോലെ നമ്മുടെ വർക്ക് ടേബിൾ എന്തായിരിക്കും, ഒന്നെങ്കിൽ ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഒരു ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർ കൊടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ടേബിളോ ഉണ്ടായിരിക്കും, വർക്ക് ടേബിളോ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലോട്ടിംഗ് മെഷീനെ കുറിച്ച് പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ട പോയിൻറ്റ്സ്. പിന്നെ സാധാരണ പോലെ നമുക്കറിയുന്ന പോലെ നമ്മൾ പ്ലെയിനർ നോക്കിയപ്പോൾ സമയത്തും അതുപോലെ തന്നെ നമ്മുടെ ഷേപ്പർ നോക്കിയപ്പോൾ നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ തന്നെയാണ്. ബെഡ് ഓർ ബേസ് ആണ്. ഓക്കെ, ബെഡ് ഓർ ബേസ് ഈസ് മെയ്ഡപ്പ് ഓഫ് കാസ്റ്റ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ പോലെ കാസ്റ്റ് ചെയ്യുന്ന കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. കോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗം ഇറ്റ് സപ്പോർട്ട്സ് കോളം, ടേബിൾസ്, റാം, ഡ്രൈവിംഗ് മെക്കാനിസം എക്സെട്ര. ദ ടോപ്പ് ഓഫ് ദ ബെഡ് ക്യാരീസ് ഹൊറിസോണ്ടൽ വേസ് വിച്ച് ദ വർക്ക് ടേബിൾ ക്യാൻ ട്രാൻസ്ഫേഴ്സ്. ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് പാരലൽ ടു ദ ഫേസ് ഓഫ് ദ കോളം. അപ്പോൾ കോളത്തിന് പാരലായിട്ട് എന്താണ് മൂവ് ചെയ്യിക്കാനുള്ള ഭാഗമാണ് ക്രോസ് സ്ലൈഡ്. നമുക്കറിയാം ടേബിൾ മൂവ് ചെയ്യിക്കാനായിട്ട്. ദ സർക്കുലർ വർക്ക് ടേബിൾ ഈസ് മൗണ്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ക്രോസ് സ്ലൈഡ്. ക്രോസ് സ്ലൈഡിൻ്റെ മേലെയായിരിക്കും സർക്കുലർ വർക്ക് ടേബിൾ മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. പിന്നെ ഹാൻഡ് വീൽസിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് പ്രൊവൈഡ് ഫോർ റൊട്ടേറ്റിംഗ് ദ ടേബിൾ ഫോർ ദ ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് ക്രോസ് ട്രാവേഴ്സ്. അപ്പോൾ നമ്മുടെ ടേബിളിന് ലോഞ്ചിറ്റ്യൂഡലായിട്ടും ക്രോസ് ട്രാവേഴ്സ് മോഷനെ കൊടുക്കാൻ നമ്മൾ ഹാൻഡ് വീൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വരുന്ന നമ്മുടെ കോളം, ദേ ആർ മെയ്ഡപ്പ് ഓഫ് കാസ്റ്റ് അയൺ. ഇവിടെയും കോളം കാസ്റ്റാണ് ഉണ്ടാക്കിയുള്ളത്. ഇറ്റ് ഹൗസസ് ദ ഡ്രൈവിംഗ് മെക്കാനിസം. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ലോട്ടിംഗ് മെഷീൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പവർ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പവർ കൊടുക്കുന്ന ഡ്രൈവിംഗ് മെക്കാനിസം ഒക്കെ ഉണ്ടായിരിക്കുക ആ ഒരു കോളത്തിനകത്തായിരിക്കും. ദ വെർട്ടിക്കൽ ഫ്രണ്ട് ഫേസ് ഓഫ് ദ കോളം ഈസ് ആക്യുറേറ്റ്ലി ഫിനിഷ്ഡ് ഫോർ പ്രൊവൈഡിങ് വേസ് അലോങ് വിച്ച് ദ റാം മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ നമ്മുടെ കോളത്തിൻ്റെ വെർട്ടിക്കൽ ഫേസ് എന്തായിരിക്കും, നീറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ആ റാമിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ അതിൻ്റെ ഫ്രണ്ടിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അടുത്ത ഭാഗം റാമാണ്. നമുക്കറിയാം പ്രധാനപ്പെട്ട ഭാഗമാണ് റാം. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു റെസിപ്രോക്കേറ്റ് ടു ആൻഡ് ഫ്രോ മോഷൻ. അറ്റ് ദ ബോട്ടം ഓഫ് ദ റാം ഇറ്റ് ക്യാരീസ് ദ കട്ടിംഗ് ടൂൾ. ഓക്കെ, അപ്പോൾ റാമിൻ്റെ ബോട്ടത്തിലായിരിക്കും കട്ടിംഗ് ടൂൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇറ്റ് ഈസ് മോർ മാസീവ് ആൻഡ് മൂവ്സ് വെർട്ടിക്കലി അറ്റ് എ റൈറ്റ് ആംഗിൾ ടു ദ വർക്ക് ടേബിൾ ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് ദ ഹൊറിസോണ്ടൽ മോഷൻ ഓഫ് എ ഷേപ്പർ. ഓക്കെ, അപ്പോൾ റാം എന്താണ് നമുക്കറിയാം, ഇറ്റ് ഈസ് മോർ മാസീവ് ആൻഡ് മൂവ്സ് വെർട്ടിക്കലായിട്ടാണ് മൂവ് ചെയ്യുക അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ വർക്ക് ടേബിളിന് റൈറ്റ് ആംഗിൾ ആയിട്ട് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് റാം മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് ദ ഹൊറിസോണ്ടൽ മോഷൻ ഓഫ് ഷേപ്പർ. അപ്പോൾ ഷേപ്പറിൻ്റെ സ്ഥാനത്ത് എന്തായിരുന്നു, ഹൊറിസോണ്ടൽ മോഷൻ ആയിരുന്നു. എന്നാൽ ഇവിടെ സ്ലോട്ടറിൻ്റെ ആകുമ്പോൾ എന്താണ് ഒരു വെർട്ടിക്കൽ ഡയറക്ഷനാണ് റാം മൂവ് ചെയ്യുക. ലാസ്റ്റ് ടേബിൾ ഹോൾഡ്സ് എ വർക്ക് പീസ് ആൻഡ് അഡ്ജസ്റ്റബിൾ ഇൻ ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് ക്രോസ് വൈസ് ഡയറക്ഷൻ. ദ ടേബിൾ ക്യാൻ ബി റൊട്ടേറ്റഡ് അബൌട്ട് ഇറ്റ് സെൻറ്റർ. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ റൗണ്ട് ടേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലോട്ടർ മെഷീനിൽ. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെൻറ്ററിന് കോൺസെൻട്രിക് ആയിട്ട് നമുക്ക് ആ ടേബിളിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സ്ലോട്ടിംഗ് മെഷീനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ മൂന്നും പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കുക. സ്ലോട്ടർ ആകുമ്പോൾ വെർട്ടിക്കൽ ഷേപ്പർ പോലെ ഓർത്ത് വെക്കുക. ഷേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഹൊറിസോണ്ടലായിട്ടുള്ള മൂവ്മെൻ്റ് ആണുള്ളത്. സ്ലോട്ടറിലാകുമ്പോൾ വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ് റാമുള്ളത്. പിന്നെ പ്ലെയിനിങ് മെഷീൻ ആകുമ്പോൾ ഷേപ്പറും പ്ലെയിനറും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ പ്ലെയിനറിൻ്റെ കേസിൽ വർക്ക് പീസ് ആയിരിക്കും എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. എന്നാൽ ടൂൾ ഇവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. വർക്ക് പീസ് ഈ ഡയറക്ഷനിലും ആ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യും. ഇതാണ് നമ്മുടെ പ്ലെയിനർ മെഷീൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് മൂന്നിൻ്റെയും കൂടി കമ്പാരിസൺ നോക്കാം. ഓക്കെ, ഈ ഒരു സ്ക്രീനിൽ നോക്കുക. ഷേപ്പറും പ്ലെയിനറും സ്ലോട്ടറും തമ്മിലുള്ള കമ്പാരിസണാണ് ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് വൺ നോക്കുക. ദ വർക്ക് ഈസ് സ്റ്റേഷനറി ആൻഡ് ദ ടൂൾ ഓൺ ദ റാം ഈസ് മൂവ്ഡ് ബാക്ക് ആൻഡ് ഫോർത്ത് അക്രോസ് ദ വർക്ക്. ഓക്കെ, നമുക്കറിയാം ഷേപ്പറിൽ എന്താണ്, വർക്ക് സ്റ്റേഷനറി നോക്കും, ടൂൾ എന്ത് ചെയ്യും,
ടൂൾ റാമിൻ്റെ മേലായിരിക്കും, അത് ബാക്കോട്ടും മുന്നോട്ടും വർക്കിന് അക്രോസായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, അതേ പോയിൻറ്റിനായിരിക്കും നമ്മൾ സ്ലോട്ടറിലുണ്ടായിരിക്കും. അവിടെ നോക്കുക, ദ വർക്ക് ഈസ് ഹെൽഡ് സ്റ്റേഷനറി ആൻഡ് ദ ടൂൾ ഓൺ ദ റാം ഈസ് മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ അക്രോസ് ദ വർക്ക് അല്ലേ. അപ്പോൾ സ്ലോട്ടറിലാകുമ്പോൾ എന്തായിരിക്കും ടൂൾ മൂവ് ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺ. ഇവിടെ ആകുമ്പോൾ ബാക്ക് ആൻഡ് ഫോർത്ത് അക്രോസ് ദ വർക്കായിരുന്നു. എന്നാൽ ഇവിടെ ആകുമ്പോൾ എന്താണ് നമ്മുടെ സ്ലോട്ടറിലാകുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ അക്രോസ് ദ വർക്കായിരിക്കും അല്ലെ. വർക്കിന് അക്രോസ് ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് നമ്മൾ സ്ലോട്ടറിൽ മൂവ് ചെയ്യുക. ഇനി നമ്മുടെ പ്ലെയിനറിൽ നോക്കാം. ദ ടൂൾ ഈസ് സ്റ്റേഷനറി ആൻഡ് ദ വർക്ക് പീസ് ഓൺ ദ ടേബിൾ ട്രാവൽസ് ബാക്ക് ആൻഡ് ഫോർത്ത് അണ്ടർ ദ ടൂൾ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ടൂളാണ് സ്റ്റേഷനറി ആൻഡ് വർക്ക് പീസ് എന്ത് ചെയ്യും ഓൺ ദ ടേബിൾ ട്രാവൽസ് ബാക്ക് ആൻഡ് ഫോർത്ത് അണ്ടർ ദ ടൂൾ. ടൂളിൻ്റെ താഴെക്കൂടെ എന്ത് ചെയ്യും, ബാക്കോട്ട് മുന്നോട്ട് നമ്മൾ വർക്ക് പീസിനാണ് മൂവ് ചെയ്യിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റ് നോക്കാം. യൂസ്ഡ് ഫോർ ഷേപ്പിംഗ് മച്ച് സ്മോളർ ജോബ്സ്. ഇപ്പോൾ ഷേപ്പറിലാണെങ്കിലും നമ്മുടെ സ്ലോട്ടറിലാണെങ്കിലും എന്താണ് സ്മോളർ ജോബ്സാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മെഷീനിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് നമുക്ക് സ്മോളർ ജോബ്സേ മെഷീൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്നാൽ പ്ലെയിനർ മെഷീനാകുമ്പോൾ നമുക്കറിയാം വലിയൊരു ഹ്യൂജ് സൈസ് മെഷീനാണ്. സോ അതുപോലെ നമുക്ക് വലിയ ലോങ് വർക്ക് പീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലെയിനർ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് മെഷീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കാം, പ്ലെയിനർ മെഷീൻ്റെ പോയിൻ്റ് നോക്കാം. മീൻഡ് ഫോർ മച്ച് ലാർജർ ജോബ്സ് ആസ് ലാർജ് ആസ് 6 മീറ്റർ വൈഡ് ആൻഡ് ട്വൈസ് ആസ് ലോങ് ക്യാൻ ബി മെഷീൻഡ്. അപ്പോൾ 6 മീറ്ററിനേക്കാളും വീതി കൂടുതലൊക്കെ ഉള്ള വർക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്ലെയിനർ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത പോയിൻ്റ് നോക്കാം. ഇറ്റ് ഈസ് എ ലൈറ്റ് മെഷീൻ. ഇപ്പോൾ ഷേപ്പറും ലൈറ്റ് മെഷീനാണ്, അതുപോലെ തന്നെ സ്ലോട്ടിങ്ങും എന്താണ്, അതും ലൈറ്റ് മെഷീനാണ്. പക്ഷേ പ്ലെയിനർ എന്തായിരിക്കും, ഒരു ഹെവി ഡ്യൂട്ടി മെഷീനാണ്. അടുത്ത പോയിന്റിലേക്ക് പോവാം. ക്യാൻ എംപ്ലോയ് ലൈറ്റ് കട്ട്സ് ആൻഡ് ഫൈനർ ഫീഡ്. അപ്പോൾ ഷേപ്പറിൻ്റെ കേസിലും അതുപോലെ തന്നെ സ്ലോട്ടറിൻ്റെ കേസിലും എന്തായിരിക്കും, ഫൈൻ കട്ട്സ് അല്ലെങ്കിൽ ലൈറ്റ് കട്ട്സ് ആണ് കൊടുക്കാൻ പറ്റുക, അതുപോലെ ഫൈനർ ഫീഡ്സ് ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ പ്ലെയിനർ ആകുമ്പോൾ ക്യാൻ എംപ്ലോയ് ഹെവിയർ കട്ട്സ് ആൻഡ് കോഴ്സ് ഫീഡ്. അപ്പോൾ ഹെവിയർ കട്ടും അതുപോലെ തന്നെ കോഴ്സ് ഫീഡും ആയിരിക്കും ഉണ്ടായിരിക്കും. ഇനി അഞ്ചാമത്തെ പോയിന്റ്, യൂസസ് 1 കട്ടിംഗ് ടൂൾ അറ്റ് എ ടൈം. ഇപ്പോൾ ഷേപ്പറിലായാലും സ്ലോട്ടറിലായാലും എന്തായിരിക്കും, അറ്റ് എ ടൈമിൽ ഒരു കട്ടിംഗ് ടൂൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ നേരത്തെ പ്ലെയിനർ മെഷീൻ്റെ ഫിഗർ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ്, നമുക്ക് ഒന്നിലധികം കട്ടിംഗ് ടൂൾസ് നമുക്ക് സൈമൾട്ടേനിയസ്ലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ട് സൈഡൊന്നും മേലൊന്നും രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം നമുക്ക് 4 ടൂൾസൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് പ്ലെയിനർ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റും. സെവറൽ ടൂൾസ് ക്യാൻ കട്ട് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ആറാമത്തെ പോയിന്റ്, ഡ്രിവൺ യൂസിങ് ക്വിക്ക് റിട്ടേൺ ലിങ്ക് മെക്കാനിസം. അപ്പോൾ നമ്മുടെ ഷേപ്പർ വർക്ക് ചെയ്യുന്നത് എന്താണ്, ക്വിക്ക് റിട്ടേൺ ലിങ്ക് മെക്കാനിസം ആണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ സ്ലോട്ടർ ആണെങ്കിലും എന്തായിരിക്കും, ദ റാം ആർ ഈദർ ക്രാങ്ക് ഡ്രിവൺ ഓർ ഹൈഡ്രോളിക്കലി ഡ്രിവൺ. അപ്പോൾ നമ്മുടെ സ്ലോട്ടറിലാകുമ്പോൾ ഒന്നെങ്കിൽ ക്രാങ്ക് ഡ്രിവൺ ആവും, ഡയറക്റ്റ് ക്രാങ്ക് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഹൈഡ്രോളിക്കൽ പവർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രോളിക്കലി ആയിരിക്കും നമ്മൾ അവിടെ സ്ലോട്ടറിനെ വർക്ക് ചെയ്യുന്നുണ്ട്, റാമിനെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ പ്ലെയിനർ ആകുമ്പോൾ നോക്കാം, ദ ഡ്രൈവ് ഓൺ ദ പ്ലെയിനർ ടേബിൾ ഈസ് ഇതർ ബൈ ഗിയേഴ്സ് ഓർ ബൈ ഹൈഡ്രോളിക് മീൻസ്. ഓക്കെ, അപ്പോൾ അവിടെ ഗിയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യും, നമ്മൾ പ്ലെയിനർ മെഷീനിന് ആ ഒരു റാമിൻ്റെ മോഷൻ കൊടുക്കുന്നുണ്ട്, റാമിനല്ല അതിൻ്റെ ഒരു ഇൻപുട്ട് പവർ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ലാസ്റ്റ് വേണം നോക്കാം. ഇറ്റ് ഈസ് ലെസ് റിജിഡ് ആൻഡ് ലെസ് റോബസ്റ്റ്. അപ്പോൾ ഷേപ്പർ മെഷീൻ ആണെങ്കിൽ എന്താണ്, റിജിഡിറ്റി വളരെ കുറഞ്ഞ ഒരു മെഷീനാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്ലോട്ടിംഗ് മെഷീനും ഇറ്റ് ഈസ് ലെസ് റിജിഡ് ആൻഡ് ലെസ് റോബസ്റ്റ് ആണ്. ഓക്കെ, എന്നാൽ നമ്മുടെ പ്ലെയിനർ മെഷീൻ എന്താണ്, ബെറ്റർ റിജിഡിറ്റി ദാറ്റ് ഗിവ് മോർ ആക്യുറസി ഓൺ മെഷീൻ്റെ സർഫസ്. മെഷീൻ്റെ സർഫസിൽ മോർ ആക്യുറസി കിട്ടും അല്ലേ. അതായത് ബെറ്റർ റിജിഡിറ്റി ഉള്ളത് കാരണം എന്തായിരിക്കും, മെഷീൻ നല്ല രീതിയിലായിരിക്കും ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു എന്താണ് ഒരു ഹ്യൂജ് സൈസ് മെഷീൻ ആകുമ്പോൾ അത്രയും ഫൗണ്ടേഷനൊക്കെ അത്രയും സ്ട്രോങ് ആയിരിക്കും. അതുപോലെ ആ ഒരു കട്ടിങ് ആക്ഷനും ഒരുപാട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഹെവി കട്ട്സൊക്കെ എടുക്കാൻ എന്തായിരിക്കും നമുക്ക് പ്ലെയിനർ മെഷീനിൽ നമുക്ക് എളുപ്പമായിരിക്കും. എന്നാൽ സ്ലോട്ടറിനെയും ഷേപ്പറിനെയും കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, കുറച്ചും കൂടി പ്ലെയിനറിൻ്റെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും ആ ഒരു കട്ടിങ് ആക്ഷൻ അല്ലെങ്കിൽ കൊടുക്കുന്ന കട്ടിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ ഒരു ഏകദേശം 7ഓളം പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചാൽ നിങ്ങൾ ഈ ടേബിൾ പഠിച്ചാൽ മതി. ഓക്കെ, 7 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഷേപ്പറും സ്ലോട്ടറും പ്ലെയിനറും പഠിച്ചു. ഓക്കെ, ഇനി നമുക്കിതിൽ വരുന്നത്, നമുക്ക് ഷേപ്പർ ആയാലും സ്ലോട്ടർ ആയാലും അവിടെയൊക്കെ വരുന്ന കുറച്ച് വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകൾ, ജസ്റ്റ് അതിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. നമ്മുടെ സ്ലോട്ടറിൽ ഉപയോഗിക്കുന്ന വർക്കിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. നിങ്ങൾക്ക് കോമണായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ മെഷീൻ വൈസുകൾ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ടീ ബോൾട്ടും ക്ലാമ്പുകളും യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഫിക്സ്ചേഴ്സ്, സ്പെഷ്യൽ ഫിക്സ്ചേഴ്സും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ലോട്ടർ മെഷീനിൽ ഉപയോഗിക്കുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൻ്റെ പേര് ഓർത്ത് ചിലപ്പോൾ 1 മാർക്കിനും 3 മാർക്കിനും ചോദിക്കും. വൈസ് യൂസ് ചെയ്യുന്നുണ്ട്, ടീ ബോൾട്ടും ക്ലാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ഫിക്സ്ചേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്ലെയിനിങ് മെഷീനിൽ നമുക്ക് വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകൾ വരുന്നുണ്ടായിരിക്കും. ജസ്റ്റ് നോക്കാം.
ഓക്കെ, അതിലും ഏകദേശം സെയിം തന്നെ. അതായത് നമുക്കറിയുന്ന പോലെ വൈസും ടീ ബോൾട്ടും ഫിക്സ്റ്റേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫസ്റ്റ് പഠിച്ചുള്ള ഷേപ്പർ മെഷീനിൽ വർക്ക് ഓൺ ഡിവൈസ് വരുന്നുണ്ട്. ജസ്റ്റ് നോക്കാം. ഈ പറഞ്ഞ പോലെ എന്തൊക്കെയുണ്ട്, വൈസ് ഉണ്ട്, പിന്നെ ടീ ബോൾട്ടും സ്റ്റെപ്പ് ബ്ലോക്കും പറയുന്നുണ്ട്, ആംഗിൾ പ്ലേറ്റ് വരുന്നുണ്ട്, ക്ലാംപ്സ് ആൻഡ് സ്റ്റോപ്പ് പിൻസ്, വി ബ്ലോക്ക്, സ്പെഷ്യൽ ഫിക്സ്റ്റേഴ്സ്. അപ്പോൾ ഏകദേശം ഒരു 6ഓളം വർക്ക് ഓൺ ഡിവൈസിൻ്റെ പേരുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ചിലപ്പോൾ 3 മാർക്കിനും 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഷേപ്പർ മെഷീനിൽ ഉപയോഗിക്കുന്ന വർക്ക് ഓൺ ഡിവൈസും അതുപോലെ സ്ലോട്ടറിലും അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്ന വർക്ക് ഓൺ ഡിവൈസുകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാനുള്ള ഏതൊക്കെയായിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തി വെച്ചിട്ടുള്ള നമ്മുടെ ക്വിക്ക് റിട്ടേൺ മെക്കാനിസമാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ചെറിയ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഷേപ്പറിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ലോട്ടറിനെ കുറിച്ചും പ്ലെയിനറിനെ കുറിച്ചും ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. 3ൻ്റെ ഫിഗറുകൾ വരച്ച് പഠിക്കുക. 3ഉം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി ലാസ്റ്റ് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത് ഷേപ്പർ മെഷീനിൽ വരുന്ന ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ആയിട്ടുള്ള ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം, അതുപോലെ തന്നെ വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രില്ലിംഗ് മെഷീനാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ കുറഞ്ഞ ടോപ്പിക്സ് മാത്രമേ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നുള്ളൂ. നമുക്ക് ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.